ഭർത്താവിന് അന്ത്യചുംബനം നൽകിയതിന് തൊട്ടു പിന്നാലെ ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ചു. പാലാ പുത്തൻ പള്ളിക്കുന്ന് വാഴയിൽ കുര്യൻ ജോസഫിന്റെ സംസ്കാര ശുശ്രൂഷകൾ വീട്ടിൽ നടക്കുന്നതിനിടയിലാണ് ഭാര്യ ഷേർലി കുര്യൻ കുഴഞ്ഞു വീണത്. നാട്ടുകാർക്കെല്ലാം തന്നെ കുര്യൻ ജോസഫ് എന്ന പേരിനേക്കാളും ഏറ്റവും കൂടുതൽ അറിയുന്നത് കുരിയച്ചൻ എന്ന പേരായിരിക്കും. പാലാ നിവാസികൾക്കൊക്കെ തന്നെ വളരെയധികം സുപരിചിതമായൊരു മുഖം തന്നെയാണ് ഷേർലിയുടേതും കുരിയച്ചൻ്റേതും. കുരിയച്ചന് 73 വയസ്സും ഷേർലിക്ക് 71 വയസ്സുമാണ്. വലിയ പ്രായവ്യത്യാസമില്ലാത്തത് കൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ നല്ല ഇണക്കത്തിലും നല്ല സ്നേഹത്തിലും സൗഹൃദത്തിലും ഒക്കെയായിരുന്നു. അതുതന്നെയായിരുന്നു ഷേർലിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്നതുകൂടി സത്യമാണ്. ഇപ്പോൾ ഷേർലി കുഴഞ്ഞു വീണ് മരിക്കാനുള്ള കാരണം തന്നെ അതുതന്നെയാണെന്ന് പറയാം. സാധാരണ എല്ലാ നാട്ടിലും പറയുന്നൊരു ചൊല്ലുണ്ട്, ഭർത്താവിന് പിന്നാലെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പിന്നാലെ ഭർത്താവ് ഉടനടി മരിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അത്ര സ്നേഹമായിരുന്നു എന്നത്. അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിലാണ് അവർ മരിച്ചു പോകുന്നത് എന്നതാണ്. രക്തബന്ധത്തിലുള്ളവരോ അല്ലാതെയുള്ളവരോ ഇങ്ങനത്തെ മരണം സ്വാഭാവികമായി മരിച്ചു പോകുന്നത് ഇത്തരത്തിൽ അവർ തമ്മിലുള്ള അടുപ്പമാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അത് സത്യമാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് കാണാനും സാധിക്കുന്നത്. ഭവനത്തിലെ 1ാം ഘട്ട ശുശ്രൂഷകൾ പൂർത്തിയായി അന്ത്യചുംബനം നൽകിയ ഉടൻ കുഴഞ്ഞു വീണ ഷേർലിയെ ആശുപത്രിയിലെത്തിച്ചു. അപ്പോൾ തന്നെയാണ് ഷേർലിയെ ആശുപത്രിയിലെത്തിച്ചത്. എങ്കിൽ ജീവൻ രക്ഷിക്കാനായില്ല. ഓഗസ്റ്റ് 15 ഉച്ചയോടെയാണ് കുരിയച്ചൻ അന്തരിച്ചത്. തുടർന്ന് വസതിയിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി മൃതദേഹം പള്ളിയിലേക്ക് എടുക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ദാരുണമായ സംഭവം ഉണ്ടായത്. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും പാലാ കൃഷിഭവൻ ഉപദേശക സമിതി അംഗവുമായിരുന്ന കുരിയച്ചൻ പാലായിലെ അറിയപ്പെടുന്ന ആദ്യകാല വ്യാപാരി കൂടിയായിരുന്നു. എടത്വ പച്ചക്കാവിലെ കുടുംബാംഗമാണ് അന്തരിച്ച ഷേർലി. ഏഞ്ചല കുര്യൻ, അന്ന കുര്യൻ, എബി കുര്യൻ എന്നിവരാണ് മക്കൾ. ലിയോ മൈക്കിൾ പാറമുണ്ടയിൽ, ജോൺ വിൻസെന്റ് കണ്ടിരിക്കൽ, സോന മാത്യു കൊട്ടാരത്തിൽ എന്നിവർ മരുമക്കളാണ്. ഷേർലിയുടെ മൃതദേഹം രാവിലെ 9 വീട്ടിലെത്തിക്കും. തുടർന്ന് 11 മണിയോടെ ഇന്നലെ ഭവനത്തിൽ ശുശ്രൂഷകൾ പൂർത്തിയാക്കി പാലാ സെയിന്റ് ജോർജ് ലാളം പുത്തൻപള്ളിയിൽ കല്ലറയിൽ ഇരുവരുടെയും സംസ്കാരം ഒരുമിച്ച് നടത്തും എന്നായിരുന്നു ഇന്നലെ വന്ന വാർത്തയിലെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. ഭർത്താവും ഭാര്യയും അടുത്തു തന്നെ മരിക്കുക എന്നത്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച് തൊട്ടടുത്ത ദിവസം അന്ത്യചുംബനം നൽകി ഭാര്യയുടെ മരണം എന്നത് അവർ തമ്മിലുള്ള സ്നേഹം വിളിച്ചോദിക്കുന്ന ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ തന്നെ വലിയൊരു അത്ഭുതമായി തന്നെ പറയുന്നു. പ്രേക്ഷകരും അത് കൃത്യമായി സംസാരിക്കുകയും അത് ഏറ്റെടുക്കുകയും പറയുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുക്കുകയും എന്ന് പറയുന്നത് പോലെ തന്നെയുണ്ട്. സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തിൽ ഏറ്റെടുക്കുകയും അതുപോലെ പറയുകയും ചെയ്യുന്നൊരു കാര്യമാണിത്. പ്രേക്ഷക പ്രീതിയോടെ തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം നിൽക്കുന്നൊരു വാർത്തയായും ഇത് മാറുന്നു എന്നതുകൂടി കൂട്ടിച്ചേർക്കുകയും അതുപോലെ പ്രേക്ഷകരെല്ലാവരും പറയുകയും ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണിതെന്ന് കൂട്ടിച്ചേർക്കാം.